1961 വേനൽക്കാലം അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള ഫ്രൈഡേ ഹാർബർ എന്ന ശാന്തമായ തീരപ്രദേശത്ത് രാത്രിയുടെ കനത്ത ഇരുട്ടിൽ ഒരു തടിവഞ്ചിയിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ജാപ്പനീസ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒസാമു ഷിമോമുറ. അദ്ദേഹത്തിൻ്റെ വഞ്ചിക്ക് ചുറ്റും കടൽ വെള്ളത്തിൽ ഒരു മാന്ത്രിക ലോകം പോലെ തുറന്നു കിടക്കുന്ന ആയിരക്കണക്കിന് ജെല്ലി ഫിഷുകൾ നിറഞ്ഞിട്ടുണ്ട്. എക്വാറിയ വിക്ടോറിയ എന്ന സയൻറ്റിഫിക് നെയിമുള്ള ആ ജീവികൾ ആ ഒരു വെള്ളത്തിൽ വളരെ നിഗൂഢമായൊരു നീല കലർന്ന പച്ച വെളിച്ചം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഒഴുകി നടക്കുകയാണ്. ഷിമോമുറ അവിടെ വെറുതെ വന്നതല്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അദ്ദേഹം ഇതേ വഞ്ചിയിൽ ഇതേ ഇരുട്ടിൽ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ്. ഈ ജെല്ലി ഫിഷുകൾ എങ്ങനെയാണ് തിളങ്ങുന്നത്? എന്തുകൊണ്ടാണ് തീർത്തും ഇരുട്ടായിട്ടുള്ള ഈ കടലിൽ ഈ ഒരു ചെറിയ ജീവി സ്വന്തമായിട്ട് വെളിച്ചം പുറപ്പെടുവിപ്പിക്കുന്നത്? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ ബയോളജിസ്റ്റായ പ്രൊഫസർ ഫ്രാങ്ക് ജോൺസൺ അദ്ദേഹത്തെ ഫ്രൈഡേ ഹാർബറിലേക്ക് അയച്ചത് തന്നെ ജീവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിനുള്ള ചുരുളഴിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് ലോകമെമ്പാടുമുള്ള സയൻറ്റിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു. ഈ മിന്നാമിനുങ്ങുകൾ എങ്ങനെയാണോ തിളങ്ങുന്നത് അതേ രീതിയിൽ തന്നെയാണ് ജെല്ലി ഫിഷുകളും വെളിച്ചമുണ്ടാക്കുന്നത് എന്നതായിരുന്നു അവരുടെ സിദ്ധാന്തം. അതായത് ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു തന്മാത്ര ഈ ജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും ആ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര ഓക്സിജനുമായിട്ട് ചേരുന്ന ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിനിടയിൽ വെളിച്ചമുണ്ടാകുന്നു എന്നുമാണ് ശാസ്ത്രം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ജെല്ലി ഫിഷിലും ഇത് കരുതി. എന്നാൽ ഷിമോമുറയുടെ ലക്ഷ്യം സിമ്പിളാണ്. ഈ ഒരു ജെല്ലി ഫിഷിൽ നിന്ന് ലൂസിഫറിൻ തന്മാത്രയെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യാം. എന്നാൽ 2 ആഴ്ചത്തെ കഠിന പ്രയത്നത്തിന് ശേഷവും എത്ര പരീക്ഷണങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ലൂസിഫറിൻ്റെ ഒരു അംശം പോലും കണ്ടെത്താൻ അദ്ദേഹത്തിന് ജെല്ലി ഫിഷിൽ കഴിഞ്ഞതുമില്ല. ഈ ഒരു നിരാശയുടെ രാത്രിയിൽ വഞ്ചിയിലിരുന്ന ആ സയൻറ്റിസ്റ്റ് ഒടുവിൽ ഒരു വലിയ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചത് പൂർണ്ണമായും തെറ്റായൊരു കാര്യമാണെങ്കിലോ? ലൂസിഫറിനാണ് ഈ വെളിച്ചത്തിൻ്റെ ഉറവിടം എന്ന് തന്നോട് പറഞ്ഞത് ആരാണ്? അന്നത്തെ സയൻസ് അല്ലെങ്കിൽ മുൻകാലത്തെ അനുഭവങ്ങൾ. എന്നാൽ അതേ ശാസ്ത്രം ഈ കടലിൽ ജെല്ലി ഫിഷിൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാകാം. ലോകത്ത് ഇന്ന് വരെ ആരും ശ്രദ്ധിക്കാത്ത, ആരും അന്വേഷിക്കാൻ മെനക്കെടാത്ത, ശാസ്ത്രത്തിന് ഇതുവരെ പരിചയമില്ലാത്ത പുതിയൊരു തരം പ്രോട്ടീൻ ഇതിനുള്ളിൽ ഉണ്ടാകാം. അദ്ദേഹം ആ ചിന്തയുമായിട്ട് ലാബിലേക്ക് തിരിച്ചുപോയി. അന്നുവരെയുള്ള എല്ലാ പുസ്തക പരിചയവും എടുത്ത് മാറ്റിവെച്ച് തികച്ചും പുതിയൊരു ദിശയിൽ അദ്ദേഹം പരീക്ഷണം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനമാണ് ശാസ്ത്ര ചരിത്രത്തെ തിരുത്തി കുറിച്ചത്. കാരണം പുതിയൊരു കാര്യം 1962 സയൻസ് ജേണലിൽ എത്തിച്ചേരുകയും അസാധാരണമായിട്ടുള്ളൊരു വരിയിൽ അദ്ദേഹം അത് എക്സ്പ്ലിസിറ്റ്ലി പറയുകയും ചെയ്തു. ഒരു പ്രോട്ടീൻ, അത് സൂര്യ വെളിച്ചത്തിൽ നോക്കിയാൽ ഇളം പച്ച നിറം, ഒരു ടങ്സ്റ്റൺ ബൾബിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മഞ്ഞ നിറം, എന്നാൽ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റിൻ്റെ കീഴിൽ വെച്ചാൽ ഉജ്ജ്വലമായ പ്രകാശമയമായിട്ടുള്ള പച്ച നിറം. അതുവരെ മനുഷ്യരാശി കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമായിരുന്നു അത്. ഒരു ജീവി അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വന്തമായി ഒരു ലൈറ്റ് കൺവേർഷൻ മെഷീൻ കൊണ്ട് നടക്കുന്നുണ്ട്. വെളിച്ചത്തെ സ്വീകരിച്ച് അതിനെ മറ്റൊരു വെളിച്ചമായി മാറ്റുന്ന ഒരു ചെറിയ യന്ത്രം. അതാണ് ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ അഥവാ GFP. ഈ ഒരു പേര് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം. ഞാൻ GFP എന്ന് പറയുമ്പോഴൊക്കെ ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീനാണ്. മാത്രമല്ല, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കഥയിലെ വലിയ ചരിത്ര സംഭവങ്ങളാണ്. ആ സംഭവങ്ങളുടെ എല്ലാം ഹീറോ ഈ ചെറിയ പ്രോട്ടീനാണ്. GFPയുടെ ഉള്ളിൽ നടക്കുന്ന അടിസ്ഥാന ശാസ്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ബയോളജിക്കലി ഡീകോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുമുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും, നമ്മൾ അത്ഭുതപ്പെടുകയും ചെയ്യും. GFP എന്ന പ്രോട്ടീൻ്റെ ഉള്ളിൽ കൃത്യം 238 അമിനോ ആസിഡുകളാണ് ഉള്ളത്. തരമല്ല, എണ്ണം. അമിനോ ആസിഡുകൾ 20 ഉള്ളൂ. അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിട്ട് ചേർന്ന് 238 തന്മാത്രകൾ, അമിനോ ആസിഡ് തന്മാത്രകൾ ഇരിപ്പുണ്ട്. ഈ അമിനോ ആസിഡുകൾ വെറുതെ അങ്ങ് ചിതറിക്കിടക്കുകയല്ല. അവ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ചുരുണ്ട് ഒരു ചെറിയ ബാരൽ അഥവാ ഒരു ഡ്രമ്മിൻ്റെ ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബയോളജിസ്റ്റുകൾ ഇതിനെ ബീറ്റ ക്യാൻ എന്നാണ് വിളിക്കുന്നത്. 11 ബീറ്റ ഷീറ്റുകൾ ചേർന്നുണ്ടാകുന്ന അതിസൂക്ഷ്മമായ ഒരു ബാരൽ. ഈ ബാരലിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഏറ്റവും കൃത്യമായ മധ്യഭാഗത്ത് കൂടി ഒരു ആൽഫ ഹെലിക്സ് കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഹെലിക്സിനുള്ളിൽ 3 അമിനോ ആസിഡുകളാണ് ഉള്ളത്: സൈറിൻ, ടൈറോസിൻ, ഗ്ലൈസിൻ. ഇവ 3ഉം തമ്മിൽ വളരെ സങ്കീർണമായൊരു രാസപ്രവർത്തനം നടക്കും. അങ്ങനെ ഈ 3 അമിനോ ആസിഡുകൾ ചേർന്ന് ഒരുമിച്ച് ഒരു ക്രോമോഫോറായിട്ട് മാറാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ക്രോമോഫോർ ആണ് GFPയുടെ തുടിക്കുന്ന ഹൃദയം. ഈ ക്രോമോഫോർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? പുറത്തു നിന്ന് വരുന്ന ഊർജം കൂടിയ നീല കലർന്ന അൾട്രാ വയലറ്റ് ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ വെളിച്ചത്തിലെ ഊർജം ഉപയോഗിച്ച് അതിനുള്ളിലെ ഒരു ചെറിയ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്ത്
ഒരു ഓസിലേഷനിലൂടെ പ്രോസസ്സ് ചെയ്യും. അവസാനം 508 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള മറ്റൊരു പ്രകാശം ഒരു എനർജി ആയിട്ട് അതൊരു കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വലമായ പച്ച വെളിച്ചമായിട്ട് പുറത്തേക്ക് വരും. ഞാൻ ഇതിനെ വളരെ ലളിതമായിട്ടൊന്ന് സങ്കല്പിച്ച് പറഞ്ഞുതരാം. ആദ്യം ഉയർന്ന ഊർജ്ജമുള്ള നീല വെളിച്ചം പ്രോട്ടീനിലേക്ക് കടക്കുന്നു. നടുവിലുള്ള ക്രോമോഫോർ ആ വെളിച്ചത്തെ അബ്സോർബ് ചെയ്യുന്നു. ഈ വെളിച്ചം മുഴുവൻ അവിടെയുള്ള ഒരു ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഇലക്ട്രോൺ പെട്ടെന്നൊരു ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റഡ് ആവുന്നു, ചാടുന്നു. എന്നാൽ അതിനവിടെ അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ താൻ വലിച്ചെടുത്ത ഊർജ്ജത്തെ പ്രകാശമായിട്ട് പുറത്തുവിടുന്നു. നമ്മുടെ ട്യൂബും LED ഒക്കെ കത്തുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ മറ്റൊരു വേർഷനായിട്ടുള്ള എക്സൈറ്റേഷനാണ് സംഭവിക്കുക. അപ്പോൾ ആ പുറത്തുവിടുന്ന എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പച്ച നിറം. ഇതിനെയാണ് ഇവിടുത്തെ ഫ്ലൂറസെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഈ ജെല്ലി ഫിഷ് മിന്നാമിനിങ്ങിനെ പോലെ സ്വന്തമായിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇന്ധനം കത്തിച്ച് വെളിച്ചം ഉണ്ടാക്കുകയല്ല. വെളിച്ചം പുറത്തു നിന്ന് ഒരു ദിശയിലുള്ളിലേക്ക് കയറുന്നു. ഉള്ളിലെ ചെറിയ യന്ത്രം അതിനെ പ്രോസസ്സ് ചെയ്ത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നിറത്തിൽ പുറത്തേക്ക് തെറിപ്പിക്കുന്നു. അതോടെ വെളിച്ചം വേറൊരു കളറിൽ പുറത്തോട്ട് വരുന്നു. അത്രയേ ഉള്ളൂ അവിടെ നടക്കുന്നത്. അല്ലാതെ റിയാക്ഷനോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഈ കഥയിലെ ഏറ്റവും ഗംഭീരമായ വിപ്ലവകരമായിട്ടുള്ളൊരു ശാസ്ത്ര സത്യത്തിലേക്ക് വരണം. ഈ പ്രോട്ടീന് പ്രവർത്തിക്കാൻ യാതൊരു രാസവസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും സ്പെസിഫിക് സഹായം ആവശ്യമില്ല. ഭൂമിയിലെ ഏത് ജീവിയുടെ ശരീരത്തിലും ഈ പ്രോട്ടീൻ നമ്മൾ കൊണ്ട് വച്ചാലും അത് ഈ പറഞ്ഞ അതേ ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് നോക്കിയേ. ഭൂമിയിലെ ഓരോ ജീവിയും, അതായത് ഒരു ബാക്ടീരിയ മുതൽ ആന വരെയും കടലിലെ നീലത്തിമിംഗലങ്ങൾ വരെയും ഒക്കെ അടിസ്ഥാനപരമായി നമ്മൾ ഉൾപ്പെടെ എല്ലാവരും DNA കൊണ്ടാണ് അതിജീവിക്കുന്നത്. നമ്മുടെ ജനിതക ഘടന എന്ന് പറയുന്നത് DNA ആണ്. അപ്പോൾ ആ DNA അകത്തുള്ള ഒരു ജീൻ നമ്മൾ ഒരു ജീവിയിൽ നിന്നെടുത്ത് മറ്റൊരു ജീവിയിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ ആ ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഈ രീതിയിൽ തിളങ്ങുന്നു. അതായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പർട്ടിക്കുലർ ജീൻ സ്യൂട്ടബിൾ ആണെങ്കിലോ. ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് DNA എന്ന് പറയുന്നത്. അത് നിഷേധിക്കാൻ കഴിയാത്ത തെളിവാണ്. കാരണം എല്ലാ ജീവികളിലും കോമൺ ആയിട്ട് കുറേ DNA ഉണ്ട്. എല്ലാ DNA സ്റ്റൈലുകളും ബേസിക്കലി ഒരേ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് ജീവികളിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ GFP ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീൻ ഉണ്ടല്ലോ, അത് ജെല്ലി ഫിഷിൽ നിന്ന് നമ്മൾ കറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ഒരു സീബ്ര ഫിഷിൻ്റെ DNAയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ സീബ്ര ഫിഷിൻ്റെ കോശങ്ങൾ ഈ ജീനിനെ കൃത്യമായിട്ട് വായിക്കാൻ ചില സമയത്ത് സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റിൽ ഒരു തവണയെങ്കിലും സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ ഈ പ്രോട്ടീൻ അത് ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൾഡൊക്കെ ഉണ്ടായി, ക്രോമോഫോറൊക്കെ ഉണ്ടായിട്ട് അത് ഇരുട്ടിൽ പച്ചയായി ജെല്ലി ഫിഷിനെ പോലെ തിളങ്ങാൻ തുടങ്ങും. അതിനേക്കാൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ അത് DNAയിലേക്ക് കയറി കൂടിയാൽ ആ ജീന മത്സ്യത്തിൻ്റെ സ്പേം, എഗ്ഗ് എന്നിവ വഴി അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് കൈമാറും. അങ്ങനെ ജനിക്കുന്ന എല്ലാ തലമുറയും തിളങ്ങാൻ തുടങ്ങും. പക്ഷേ ഈ ജീൻ കിട്ടാൻ നമ്മളപ്പോൾ ജെല്ലി ഫിഷിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതായത് ജീനോമിലേക്ക് ഇത് ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ ആ തിളക്കം ആ ജീവി തലമുറകളോളം ജീവിതാവസാനം വരെ കൊണ്ടുപോകും. 1962 ഷിമോമുറ GFP കണ്ടെത്തിയ കഥയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. പിന്നീട് ഏറെക്കുറെ 1990കളോളം, അതായത് ഏകദേശം 30 വർഷം ഈ പ്രോട്ടീൻ ശാസ്ത്രലോകത്തിന് വെറും ഒരു ക്യൂരിയോസിറ്റിയാണ്. പഴയ പുസ്തകങ്ങളിൽ അതിങ്ങനെ ഉറങ്ങിക്കിടന്നു. ശാസ്ത്രജ്ഞർ ഈ ഒരു പ്രോട്ടീനെ പറ്റി ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഓക്കെ, ജെല്ലി ഫിഷിലുണ്ട്, അതൊരു ഫ്ലൂറസെൻ്റ് പ്രോട്ടീനാണ്. ഇതൊരു ജെല്ലി ഫിഷിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി പഠിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് മനുഷ്യനെന്താ ഗുണം? ആർക്കും ഒരു ഉത്തരം അറിയില്ല. കാരണം ഈ പ്രോട്ടീൻ്റെ യഥാർത്ഥ കഴിവ് മനസ്സിലാക്കാൻ അന്നത്തെ ശാസ്ത്രത്തിന് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയതിനു ശേഷം ഡഗ്ലസ് പ്രാഷർ എന്നൊരു മോളിക്കുലർ ബയോളജിസ്റ്റ് ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് GFPയെക്കുറിച്ചുള്ള പഴയൊരു പേപ്പർ വായിച്ചു. ആ വായനയാണ് ചരിത്രം തിരുത്തി കുറിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരു ചോദ്യം ലോകത്തോട് ചോദിച്ചു: ഈ ജെല്ലി ഫിഷിൻ്റെ ജീൻ നമ്മളൊരു ബാക്ടീരിയയുടെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ തിളങ്ങുമോ? ഇതൊരു ചെടിയുടെ കോശത്തിലിട്ടാൽ ആ ചെടി തിളങ്ങുമോ? മോറോവർ ഒരു മനുഷ്യകോശത്തിലിട്ടാൽ ജനിക്കുന്ന കുട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുമോ? കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് വന്നാൽ, ഒരു ക്യാൻസർ പഠനത്തിൽ ഒരു ക്യാൻസർ ട്യൂമറിൻ്റെ അകത്തേക്ക് ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാൻസർ കോശം മാത്രം തിളങ്ങി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ ബയോളജിയിലെ ഏറ്റവും വലിയ കണ്ടെത്തലാവും അത്. കാരണം ജീവനുള്ള കോശങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ന്യൂറോൺ, അല്ലെങ്കിൽ ക്യാൻസർ കോശം, ഇതൊക്കെ ഉണ്ടാകുന്നത് ലൈവായിട്ട് കണ്ടാൽ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് ലൈവായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും മൈക്രോസ്കോപ്പ് ഇല്ലാതെ, ഒരു ജീവിയെ കൊല്ലാതെ, കോശങ്ങളെ പുറത്തെടുക്കാതെ നമുക്കതിൻ്റെ വളർച്ചയും ഘടനയും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു സയൻറ്റിസ്റ്റ് പ്രാഷർ ജീവിതത്തിൽ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ഏറ്റെടുത്തു. അല്ലെങ്കിൽ
ഒരു ഭഗീരഥ പ്രയത്നം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഈ പറയുന്ന GFP ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ, ആ ഒറ്റ ജീനിനെ വേർതിരിച്ചെടുക്കണം. അതിനെന്ത് വേണം? ജെല്ലി ഫിഷ് വേണം. അതിനുവേണ്ടി അദ്ദേഹം ഏകദേശം 70,000-ഓളം ജെല്ലി ഫിഷുകളെ ഒന്നൊന്നായി സ്വന്തം കൈകൊണ്ട് സ്പൂൾ സ്കിമ്മർ ഉപയോഗിച്ച് ഫ്രൈഡേ ഹാർബറിലെ തണുത്ത കടലിൽ നിന്ന് അദ്ദേഹം വാരിയെടുക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ അക്ഷീണമായ അധ്വാനം. പ്രാഷർ അങ്ങനെ അസാധ്യമായ ഒരു കാര്യം ചെയ്തു. 70,000 ജെല്ലി ഫിഷുകൾ ശേഖരിച്ച് അതിൽ ഓരോ ജെല്ലി ഫിഷിൽ നിന്നും ഒരു കടുകുമണിയുടെ വലിപ്പം പോലുമില്ലാത്ത ആ വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്ന ടിഷ്യൂ മാത്രം സൂക്ഷ്മമായി ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുത്തു. അങ്ങനെ അവസാനം ഒരു ബക്കറ്റ് നിറയെ അത് വയ്ക്കാൻ തുടങ്ങി. കണ്ടു കഴിഞ്ഞാൽ പകുതി വെട്ടം കടത്തിവിടുന്ന ഒരു പാസ്ത പോലെ തോന്നുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ 1992 വർഷങ്ങൾ നീണ്ട കഠിനമായ ക്ഷമയ്ക്കും പോരാട്ടത്തിന് ശേഷം ആ ഒരു GFPയുടെ ജീൻ സീക്വൻസ് അദ്ദേഹം വിജയകരമായിട്ട് കണ്ടെത്തി. ഇനി അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് ശരിക്കും ചരിത്രത്തിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ജീൻ അദ്ദേഹം ഒരു ക്ലോൺ ആക്കി മാറ്റുകയും GFP ഉപയോഗിച്ച് ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലോകത്തുള്ള ഏതൊരു ശാസ്ത്രജ്ഞനും അത് ഫ്രീ ആയിട്ട് സാമ്പിൾ കൊടുക്കുകയും ചെയ്തു. ഒരൊറ്റ പൈസ വാങ്ങിക്കാതെ, ഒരു പേറ്റൻറ്റ് പോലും എടുക്കാതെ, ലൈസൻസ് ഇല്ലാതെ, ഭാവിയിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഷെയർ വേണമെന്നൊന്നും പറയാതെ അദ്ദേഹം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയാണ് അവിടെ വർക്കായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദാരത ഭാവിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് നമ്മൾ പറയാം. പക്ഷേ ജൈവശാസ്ത്രത്തിൻ്റെ ഒരു ടൈം ലാപ്സ് ക്യാമറ ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ GFP പ്രവർത്തിച്ചത്. ഈ ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീനിൻ്റെ ആ സാമ്പിൾ കിട്ടിയ സയൻറ്റിസ്റ്റിൽ ഒരാളായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മാർട്ടിൻ ഷാൽഫി. 1994 സയൻസ് ജേണലിൽ അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു. ആ പേപ്പർ ആദ്യമായി ലോകത്തിന് മുന്നിൽ ഒരു കാര്യം സംശയമില്ലാതെ പറഞ്ഞു വെച്ചു. GFP എന്ന് പറയുന്ന ജീൻ ഒരു ബാക്ടീരിയയിലിട്ടാൽ ആ ബാക്ടീരിയ കൃത്യമായി തിളങ്ങും. C. എലിഗൻസ് എന്ന പേരുള്ള ഒരു ചെറിയ വെളുത്ത പുഴുവിൽ അദ്ദേഹം അത് പരീക്ഷിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മറ്റ് കോശങ്ങളൊന്നും തിളങ്ങാതെ ആ 6 ന്യൂറോണുകൾ കൃത്യമായ പച്ച നിറത്തിൽ തിളങ്ങി. ചരിത്രത്തിൽ ആദ്യമായി ഒരു ജീവനുള്ള ജീവിയുടെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ കോശം ലൈവായിട്ട് കാണാൻ കഴിയുന്ന കൃത്യതയോടുകൂടി അടയാളപ്പെടുത്തിയത് അപ്പോഴാണ്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ആലോചിച്ച് നോക്കി. ക്യാൻസർ റിസർച്ച് എടുക്കുക. ഒരു ക്യാൻസർ കോശം ശരീരത്തിൽ രൂപപ്പെട്ട് അതെങ്ങനെയാണ് ഒരു ലിവർ ടിഷ്യൂയിലേക്ക് പടരുന്നത് എന്ന് അതുവരെ സയൻറ്റിസ്റ്റുകൾക്ക് ഗസ് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ ട്യൂമർ കോശങ്ങളിലേക്ക് ടാഗ് ചെയ്തപ്പോൾ ജീവനുള്ള ഒരു സ്വതന്ത്ര ജീവിയുടെ ശരീരത്തിനുള്ളിലൂടെ ഒരു ക്യാൻസർ കോശം സഞ്ചരിക്കുന്ന ആ ഒരു ജേണി ലൈവായിട്ട് അവർക്ക് കാണാൻ പറ്റി. ഒരു ഭ്രൂണം വളരുമ്പോൾ അതിൻ്റെ ബ്രെയിനിൽ കോടിക്കണക്കിന് ന്യൂറൽ സെല്ലുകൾ എങ്ങനെയാണ് പരസ്പരം കണക്റ്റായിട്ട് ഉണ്ടാകുന്നത് എന്ന് ലൈവായിട്ട് കാണാൻ പറ്റി. ഒരു കൊടിയ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ അതെങ്ങനെയാണ് ആദ്യത്തെ കോശങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നത്, പിന്നീട് അതെങ്ങനെ പടരുന്നു എന്നും നമുക്ക് ലൈവായിട്ട് ഇത് ഉപയോഗിച്ച് കാണാൻ പറ്റും, കണ്ടു. ഒരു പ്രശസ്തനായ ബയോളജിക്കൽ സയൻറ്റിസ്റ്റ് അന്ന് പറഞ്ഞത് ഈ GFPയുടെ കണ്ടെത്തൽ സത്യത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പ് നൽകിയ അതേ രീതിയിലുള്ള വിപ്ലവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. 2008 ഒക്ടോബർ മാസത്തിൽ സ്റ്റോക്ക്ഹോമിൽ വലിയൊരു പ്രഖ്യാപനം വന്നു. GFPയുടെ കണ്ടെത്തലിനും വികസനത്തിനും കെമിസ്ട്രിയിലുള്ള പരമോന്നത ബഹുമതിയായിട്ടുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒസാമു ഷിമോമുറ, മാർട്ടിൻ ഷാൽഫി, റോജർ ടിസൻ, ഈ 3 സയൻറ്റിസ്റ്റുകൾക്കാണ് പുരസ്കാരം. ആ വാർത്ത പുറത്തു വന്ന ദിവസം ഡഗ്ലസ് പ്രാഷർക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ കോൾ വിളിക്കുന്നത് ഒരു സയൻസ് ജേർണലിസ്റ്റാണ്. അദ്ദേഹം ചോദിച്ചു, ഈ നോബൽ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കക്കാരനായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഫോൺ കോൾ വരുമ്പോൾ ഡഗ്ലസ് പ്രാഷർ എവിടെയാണെന്ന് അറിയാമോ? അലബാമയിലെ ഹട്ട്സ്വില്ലിൽ ഒരു സാധാരണ ടൊയോട്ട കാർ ഡീലർഷിപ്പിലാണ് അദ്ദേഹം. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ടുവിടുന്ന ഒരു കോർട്ടസി ഷട്ടിൽ വാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. മണിക്കൂറിന് വെറും $8 അപ്പോൾ ശമ്പളം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ ജീനിനെ ചരിത്രത്തിൽ ആദ്യമായി ക്ലോൺ ചെയ്ത വ്യക്തി, 70,000 ജെല്ലി ഫിഷുകളെ അക്ഷീണം ഒറ്റയ്ക്ക് കൈകൊണ്ട് കടലിൽ നിന്ന് വാരിയെടുത്ത വ്യക്തി, താൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ജീൻ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ ഷാൽഫിക്കും ടിസനും, അതായത് നോബൽ സമ്മാന ജേതാക്കളായ 2 പേർക്കും സൗജന്യമായി കൊടുത്ത വ്യക്തി. അവർക്ക് വളരെ എളുപ്പത്തിൽ ഡഗ്ലസിന് മറ്റ് 2 പേർക്കും പുരസ്കാരം നൽകി എന്നെ ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ഷാൽഫി തന്നെയായിരുന്നു. ടിസൻ പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡഗ്ലസ് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന്. എന്നാൽ അവിടെയാണ് നോബൽ കമ്മിറ്റിയുടെ ഒരു വലിയ സാങ്കേതിക പ്രശ്നം. ഒരു നോബൽ സമ്മാനം ഒരേ സമയം പരമാവധി 3 ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എത്ര വലിയ സംഭാവന നൽകിയാലും അതിനപ്പുറം നൽകാൻ നോബൽ സമ്മാന കമ്മിറ്റിയുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവേഷണം തുടരാൻ ഫണ്ട് കിട്ടാതെ പോയ ഒരു വ്യക്തിക്ക് തൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വരികയും കരിയർ പ്രോബ്ലംസ് കാരണം ഇതൊക്കെ തന്നെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ വെറും ഒരു കാർ ഷോറൂമിൽ ഒരു ഡ്രൈവറായി ഒതുങ്ങിക്കൂടേണ്ടിയും വന്നു. അതായിരുന്നു പ്രാഷറിൻ്റെ ദുരന്തം. എന്നാൽ ഷാൽഫിക്കും ടിസനും തൻ്റെ സഹപ്രവർത്തകനോട് നീതികേട് കാണിക്കാൻ തോന്നിയില്ല.
അവർ രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ സ്വന്തം ചെലവിൽ ബ്രാഷറിനെ സ്റ്റോക്ക്ഹോമിലെ പുരസ്കാര ചടങ്ങ് കാണാൻ എത്തിക്കുകയും വേദിയിൽ എത്തിക്കുകയും ചെയ്തു. ഒരു ഓണററി ഗസ്റ്റായിട്ട് മാത്രം, അല്ലാതെ അർഹതപ്പെട്ട ജേതാവായിട്ടൊന്നും അദ്ദേഹത്തിന് മാറാൻ പറ്റിയില്ല. ഇതൊരു ദുരന്തതയല്ല, പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരാൾ രാപ്പകൽ അധ്വാനിച്ച് എന്തെങ്കിലും കണ്ടെത്തും, എന്നാൽ ആ കണ്ടെത്തിൽ നിന്ന് ലഭിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ അംഗീകാരവും പ്രശസ്തിയും മറ്റു ചിലർക്ക് കിട്ടുകയും ചെയ്യും. ഇത് ആരുടെയും കുറ്റം കൊണ്ടല്ല, പക്ഷേ ചില സിസ്റ്റങ്ങൾ അങ്ങനെയാണ്. അതിൽ ചിലരൊക്കെ തന്നെ ദുരന്തത്തിൽ പെട്ടുപോകുന്നു എന്ന് മാത്രം. ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. 90കളുടെ അവസാന കാലഘട്ടത്തിൽ സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ സിയുവാൻ ഗോൺസ് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം ആലോചിക്കുകയാണ്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ എക്കോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ജലമലിനീകരണമാണ്. ഫാക്ടറികളിൽ നിന്നുള്ള വിഷം പുഴകളിലേക്ക് കലരുന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. സോ ഇതിന് റിയൽ ടൈമിൽ, അതായത് ഒരാൾ ചെന്ന് നോക്കുമ്പോൾ നദിക്കകത്ത് വെച്ച് തന്നെ വലിയ ടെക്നോളജി ഇല്ലാതെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് ഈ ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ്റെ ശക്തി അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഒരു ടോക്സിക് ഡിറ്റക്ഷൻ ജീൻ പ്ലസ് GFP, ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ, ഇത് രണ്ടും കൂടി ചേർത്ത് അദ്ദേഹം ഒരു സങ്കര ഇനം ജീൻ ഉണ്ടാക്കിയിട്ട് ഒരു ജീവിയിലേക്ക് ഇടും. ഈ ഒരു ജീവിയുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കും. അതായത് വെള്ളത്തിൽ ഹെവി മെറ്റലോ ഫാക്ടറിയിൽ നിന്നുള്ള ക്ലോറിനോ അല്ലെങ്കിൽ മനുഷ്യന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോർമോൺ ഡിസ്ട്രക്ടറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ജീവിയുടെ കോശങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിനുള്ളിൽ GFPയുടെ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാക്കണം. അപ്പോൾ ആ ജീവി തിളങ്ങാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം വാട്ടർ പൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ മെഷീനൊന്നും ആവശ്യമില്ല, സാമ്പിൾ കളക്ട് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട. പകരം ഒരു UV ഫ്ലാഷ് ലൈറ്റ് എടുത്താൽ വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ അതിലുള്ള നദികൾ വെട്ടിത്തിളങ്ങുകയാണെങ്കിൽ ആ നദി ഭയങ്കരമായിട്ട് കെമിക്കലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് അദ്ദേഹം കൺസെപ്ച്വലൈസ് ചെയ്ത് വെച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരു അലാറം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ ഗംഭീരമായിട്ടുള്ള ആശയം നടപ്പിലാക്കാൻ ഗോഡ്ഗും സംഘവും ഒരു പ്രത്യേക ജീവിയെ തിരഞ്ഞെടുത്തു. അതായിരുന്നു സീബ്ര ഫിഷ്. ഡാനിയോ റേരിയോ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമാണ് സീബ്ര ഫിഷിനുള്ളത്. നമ്മുടെ ഇന്ത്യയിലും പിന്നെ ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ട് ഗംഗ ബ്രഹ്മപുത്ര നദീതടങ്ങളിൽ ഒഴുകുന്ന വെള്ളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറു മത്സ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ തോടുകളിലും ഞാൻ ഇതുപോലെ കറുത്ത പുള്ളിയുള്ള മീനുകളെ കാണാറുണ്ട്. അത് സീബ്ര ഫിഷ് എന്നാണ് വിളിക്കുന്നത്. അതാണോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഈ ജീവിയെ തിരഞ്ഞെടുത്തത് വെറുതെ ഒരു കോയിൻസിഡൻസിലല്ല. ഇതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ മത്സ്യത്തിൻ്റെ 70% ജീനോമും മനുഷ്യനോട് വളരെ സാദൃശ്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജീവികളെല്ലാം DNA കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് പൊതുപൂർവികനുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ DNA വർക്ക് ചെയ്യുന്ന ഈ ജീവികൾക്കൊക്കെ കോമൺ ആയിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് ഏകദേശം എല്ലാ ജീവികളും ഒരു 50-60% മനുഷ്യൻ്റെ ജീനുകളോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുണ്ടാവും. പക്ഷേ സീബ്ര ഫിഷുകൾക്ക് 70% സാമ്യതയുണ്ട്. അതായത് മനുഷ്യനിലെ രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളിൽ 80% ഇവയ്ക്കകത്തുണ്ടെന്നർത്ഥം. രണ്ടാമത്തെ കാര്യം എംബ്രിയോടേതാണ്. അതായത് ഇത് ശരീരത്തിന് പുറത്ത് വെച്ച് എഗ്ഗിനെയും അതുപോലെ തന്നെ സ്പേമിനെയും ചേർത്തുകൊണ്ട് എംബ്രിയോ ഉണ്ടാക്കുന്ന സമയത്ത് അത് ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ കൂടിച്ചേരലും വളർച്ചയും കാണാൻ പറ്റും. അതുമാത്രമല്ല, ഒരൊറ്റ തവണ മത്സ്യങ്ങൾ ഇണചേർന്നാൽ ഒരു ദിവസം തന്നെ 300 മുതൽ 500 വരെ ഭ്രൂണങ്ങൾ ഉണ്ടാക്കും. ഈ ഭ്രൂണം ഈ സിംഗിൾ സെൽ അവസ്ഥയിൽ നിന്ന് വികസിച്ച് പൂർണ്ണമായ ഒരു ജീവിയായി മാറാനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് കാണാനും പറ്റും. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ആധുനിക ബയോമെഡിക്കൽ ഗവേഷണത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് സീബ്ര ഫിഷ്. എന്നാൽ ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ എങ്ങനെയാണ് ഒരു സീബ്ര ഫിഷിൻ്റെ ഭ്രൂണത്തിലേക്ക് നിക്ഷേപിക്കുന്നത് എന്ന പ്രക്രിയ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒരു സീബ്ര ഫിഷിൻ്റെ എംബ്രിയോ, അതായത് വിഭജിച്ച് തുടങ്ങുന്നതിന് മുൻപുള്ള സിംഗിൾ സെല്ല് ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അതിൽ അതിസൂക്ഷ്മമായിട്ടുള്ള മൈക്രോ നീഡിൽസ് ഉപയോഗിച്ച് ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീനിൻ്റെ ജീനടങ്ങിയ DNA ലായനി കോശത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കുറേ ചെയ്തു നോക്കും. ഭാഗ്യമുള്ള ഒരു ദിവസം ഒരു തവണ ചെയ്യുമ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്ത DNA കൃത്യമായി ഒരു കോശത്തിൻ്റെ ക്രോമസോമിൽ ചെന്ന് ഒട്ടിപ്പിടിക്കും. പല തവണ ചെയ്ത് പരാജയപ്പെട്ട് ബൈ ഭാഗ്യവും സാഹചര്യങ്ങളും കൊണ്ടായിരിക്കും ഒട്ടിച്ചേരുക. പക്ഷേ പിന്നീട് ആ കോശം വിഭജിച്ച് 2 ആകും, 4 ആകും, 8 ആകും. ദിവസങ്ങൾക്കുള്ളിൽ അതൊരു പൂർണ്ണമായ മത്സ്യമായി മാറും. എന്നാൽ ആ മത്സ്യത്തിൻ്റെ ഓരോ കോശവും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീൻ ജീൻ ഉള്ളതായിരിക്കും. ശരീരത്തിൻ്റെ ഓരോ കോശവും ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ മത്സ്യത്തെ എടുത്ത് നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റിൽ വെച്ചാൽ അത് ഭയങ്കര നിറത്തിൽ പച്ച കളറിൽ തിളങ്ങും. ഈ മത്സ്യം വലുതായിട്ട് അത് പുതിയ മത്സ്യങ്ങളുമായിട്ട് ഇണചേരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും തിളങ്ങും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളും തിളങ്ങും. അങ്ങനെ ഈ ജീൻ ഒരിക്കലും ഈ പരമ്പരയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. അത് ആ മത്സ്യത്തിൻ്റെ ആ ബയോളജിക്കൽ സൈക്കിളിൽ DNA ഒരു പെർമനൻറ്റ് പാർട്ടായി മാറി എന്ന് പറയാം. ഗോൺഗിൻ്റെ ടീം ഇതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. അതായത് വെള്ളത്തിൽ ടോക്സിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നല്ല രീതിയിൽ പച്ച നിറത്തിൽ തിളങ്ങുന്ന ഒരു മത്സ്യം. അതായിരുന്നു ആദ്യത്തെ അവരുടെ പ്ലാൻ.
അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് വർക്കാവുമെന്ന് അറിയാൻ വേണ്ടി ഇവരിത് ഉണ്ടാക്കി. ഇങ്ങനെ അവർ സീബ്ര ഫിഷിൽ ഇത് ട്രൈ ചെയ്ത് കറക്റ്റ് വർക്ക് ചെയ്ത് UV ലൈറ്റിന് നല്ല നിറത്തിൽ തിളങ്ങി. അതിനെ അവർ അമ്പരപ്പോടെ നോക്കി. എന്നാൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ടോക്സിൻ വരുമ്പോൾ മാത്രമല്ലേ ഇത് ട്രിഗർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ പഠനങ്ങൾ പക്ഷേ ഒരിക്കലും നടന്നില്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ പച്ച വെളിച്ചം കണ്ട് ശാസ്ത്രലോകത്തിനപ്പുറമുള്ള ബിസിനസ് ബുദ്ധി ഒരു വ്യക്തിയിൽ ഉണർന്നിരുന്നു. ടെക്സസ് യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്റ്റിൻ, അവിടെ നിന്നും പഠിച്ചിറങ്ങിയ അലൻ ബ്ലേക്ക് എന്നൊരു ഫിനാൻസ് ബിരുദധാരി ഉണ്ടായിരുന്നു. പ്രായം 20കളുടെ തുടക്കമാണ്. ബയോളജി എന്ന വിഷയം ജീവിതത്തിൽ ഒരു ദിവസം പോലും പഠിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ സിംഗപ്പൂരിലെ ഈ സയൻറ്റിഫിക് ഗവേഷണത്തെക്കുറിച്ച് പത്രത്തിലോ നിന്നോ മറ്റോ അറിഞ്ഞ ആ നിമിഷം അയാളുടെ മനസ്സിൽ വന്നത് പരിസ്ഥിതി മലിനീകരണം തടയുന്ന ഒരു ജീവിയെക്കുറിച്ചല്ല, പകരം ലോകമെമ്പാടുമുള്ള അമേരിക്കൻ പെറ്റ് സ്റ്റോറുകളാണ്. അക്വേറിയത്തിൽ വയ്ക്കാൻ ഇതിലും മികച്ച സാധനം വേറെന്തുണ്ട്? ടെക്സസിലെ ഓസ്റ്റിൻ ആസ്ഥാനമാക്കി യോർക്ക് ടൗൺ ടെക്നോളജീസ് എന്നൊരു കമ്പനി ബ്ലേക്കും അയാളുടെ സുഹൃത്ത് റിച്ചാർഡ് ക്രോക്കറ്റും ചേർന്ന് സ്ഥാപിച്ചു. അവർ നേരെ സിംഗപ്പൂരിലെ NUS സയൻറ്റിസ്റ്റുകളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു കോർപ്പറേറ്റ് ഡീൽ ഉണ്ടാക്കി. ഈ ഫ്ലൂറസെൻ്റ് സീബ്ര ഫിഷിനെ ലോകവ്യാപകമായി മാർക്കറ്റ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് ലൈസൻസ് അങ്ങനെ ഇയാൾ സ്വന്തമാക്കി. ആ ചെറിയ മത്സ്യത്തിന് ആകർഷകമായൊരു വാണിജ്യ ബ്രാൻഡ് നെയിം കൊടുത്തു, ദാറ്റ് ഈസ് ഗ്ലോഫിഷ്. എന്നാൽ വലിയൊരു തടസ്സം മുന്നിലുണ്ട്. ഒരു ജനിതക മാറ്റം വരുത്തിയ ജീവിയെ, അല്ലെങ്കിൽ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം GMO എന്നൊക്കെ പറയുന്നതിനെ ആദ്യമായി അമേരിക്കൻ മാർക്കറ്റിൽ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ ഇറക്കണമെങ്കിൽ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അനുവാദം വേണം. FDA നിയമപ്രകാരം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീവികൾ ഒരു ഡ്രഗാണ്. എന്നാൽ ഡ്രഗ് മനുഷ്യൻ്റെ ഭക്ഷണ ആവശ്യത്തിനല്ലെങ്കിൽ നിയമത്തിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. 2003 ഡിസംബറിൽ FDA ഒരു നിലപാട് പറഞ്ഞു, ഈ ഫിഷ് ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്ക് ഭീഷണിയല്ല. ഇതൊരു ട്രോപ്പിക്കൽ മത്സ്യമാണ്, അതുകൊണ്ട് അമേരിക്കയിലെ കോൾഡ് ആയിട്ടുള്ള നദികളിൽ ഇതൊരിക്കലും അതിജീവിക്കില്ല. അതുകൊണ്ട് ഇവയെ റെഗുലേറ്റ് ചെയ്യാൻ FDAക്ക് ക്ലിയർ റിസ്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഭാഷ. FDA ഒരിക്കലും ഇത് പരിസ്ഥിതിക്ക് സുരക്ഷിതമാണെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ നിയന്ത്രണ പരിധിയിൽ വരുന്നതല്ല എന്ന് മാത്രമാണ്. നോ ക്ലിയർ റിസ്ക് ടു റെഗുലേറ്റ്. നിയന്ത്രിക്കാൻ തക്കതായ ഒരു അപകടം നിലവിൽ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷം ആ ഒരൊറ്റ സെൻറ്റൻസ് ബ്രസീലിലെ ഒരു നദിയിൽ വലിയൊരു അപകടം ഉണ്ടാക്കി. അങ്ങനെ 2003 ഡിസംബറിൽ മനുഷ്യചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ജീവി ഒരു അലങ്കാര വസ്തുവായിട്ട് സാധാരണക്കാർക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ലഭ്യമായി. ഇത് റിലീസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ 1ാം പേജിലും വാർത്തയും വന്നു. അങ്ങനെ വെറും ഒരു ഫിനാൻസ് ഗ്രാജുവേറ്റ് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇൻ്റർവ്യൂസ് കൊടുക്കാൻ സമയമില്ലാത്ത തിരക്കുള്ള വ്യക്തിയായി മാറി. പക്ഷേ കാലിഫോർണിയ സ്റ്റേറ്റ് ആ മത്സ്യം പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് കണ്ട് അത് പുറത്തു വന്ന ദിവസം തന്നെ നിരോധിച്ചു. സെൻറ്റർ ഫോർ ഫുഡ് സേഫ്റ്റി എന്നൊരു NGO ആണ് ഇതിനെതിരെ കേസ് കൊടുത്തത്. പക്ഷേ FDA നിലപാട് കാരണം 2005 ആ കേസ് കോടതി തള്ളിക്കളഞ്ഞു. ഇതിനിടെ യാതൊരു തടസ്സവുമില്ലാതെ ബ്ലേക്ക് ഒരൊറ്റ നീക്കത്തിൽ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഇലക്ട്രിക് ഗ്രീൻ, സൺബ്ലേസ്ഡ് ഓറഞ്ച്, കോസ്മിക് ബ്ലൂ, ഗാലക്റ്റിക് പർപ്പിൾ എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഓരോ നിറവും ഓരോ വ്യത്യസ്ത ജീവിയുടെ ഓരോ ജീനിൽ നിന്ന് കടമെടുത്ത് സീബ്ര ഫിഷിലേക്ക് അയറ്റി. സീബ്ര ഫിഷിന് പുറമെ ടെട്രകൾ, ബാർബ്, ബെറ്റ, ഷാർക്ക് എന്നിങ്ങനെ മീനുകളുടെ വെറൈറ്റികൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ 2017 സ്പെക്ട്രം ബ്രാൻഡ്സ് എന്ന് പറയുന്നൊരു കമ്പനി, അതായത് റയോവാക് ബാറ്ററി, കട്ടർ ഇൻസെക്ടിസൈഡ്, ബ്ലാക്ക് ഫ്ലാഗ് തുടങ്ങിയ കൊതുകുതിരികൾ ഉണ്ടാക്കുന്ന മൾട്ടിനാഷണൽ കൺസ്യൂമർ ഗുഡ് കോർപ്പറേഷൻ $50 മില്യൺ മുകളിൽ വില കൊടുത്ത് ആ ഗ്ലോഫിഷ് ബ്രാൻഡിനെ മൊത്തമായിട്ട് ഇങ്ങ് വാങ്ങിച്ചു. യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയയൊന്നും കൃത്യമായിട്ട് ഈ മത്സ്യങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനും എടുക്കും നമ്മൾ വളർത്തുകയോ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്താൽ. ഇതിൻ്റെ പ്രധാന റീസൺ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീവികൾ പരിസ്ഥിതിക്ക് ദോഷമാണെന്നും അത് സാധാരണ കുളത്തിലോ കായലിലോ നദിയിലോ ഒക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തദ്ദേശീയമായ ജീവികൾ ഇല്ലാതാകുമെന്നും ഫുഡ് സേഫ്റ്റിയെ തന്നെ ബാധിക്കുമെന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇത്തരം പല രാജ്യങ്ങളും, മോഡേൺ ആയിട്ടുള്ള പല രാജ്യങ്ങളും ഇമ്മീഡിയറ്റ്ലി ഇത്തരം ജനറ്റിക്കലി മോഡിഫൈഡ് ജീവികളെ നിരോധിക്കുന്നത്. ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെയും കാര്യം എടുത്താൽ അവർക്ക് തദ്ദേശീയമായിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി പൂളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മുല്ലപ്പൂ വെച്ച ഒരാൾ അങ്ങോട്ട് പോയാൽ പോലും അവർ ഫൈൻ അടിക്കും. നമ്മൾ കൊണ്ടുപോകുന്ന ചെരുപ്പിൻ്റെ അടിയിൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ ചെടിയുടെ വിത്തിരുന്നാൽ പോലും അവരത് കെയർഫുള്ളി റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇൻവേസീവ് സ്പീഷീസുകളെന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കൊതുകുകളെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, താഴെ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇൻവേസീവ് സ്പീഷീസ്, മറ്റ് രാജ്യങ്ങളിലേക്കും ദ്വീപുകളിലേക്കും ജീവികൾ സസ്യങ്ങളും മിക്സ് ആകുന്നതിന് തടയുന്ന നിയമത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് കണ്ടു നോക്കുക. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇതിനെ കൃത്യമായി ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഇല്ലെങ്കിലും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീവികളെ ഇപ്പോഴും വിൽക്കാൻ കഴിയില്ല എന്ന് റൂളുണ്ട്, പക്ഷേ സ്ട്രോങ് അല്ല. എങ്കിലും നമ്മുടെ അക്വേറിയങ്ങളിലും മറ്റും ഈ തിളങ്ങുന്ന മത്സ്യത്തിൻ്റെ ടെട്രകളെയും മറ്റും കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ ഇത്ര അവസാനം വരെ കാണുന്നത്.
പക്ഷെ ഞാൻ പറയുന്ന കഥ അതല്ല, മറ്റൊന്നാണ്. ഇങ്ങ് തെക്കേ അമേരിക്കയിലെ ബ്രസീൽ ഗവൺമെന്റ് തുടക്കം മുതൽ തന്നെ ഈ മത്സ്യത്തെ തങ്ങളുടെ രാജ്യത്ത് നിരോധിച്ചിരുന്നു. കാരണം വളരെ സിമ്പിളും ടെറർഫുള്ളുമാണ്. ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ള ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക. നമുക്കറിയാം, ആമസോൺ മഴക്കാടുകളൊക്കെ ഉണ്ട്. അതിലോലമായ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ജീവി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള നാച്ചുറൽ ജീവികളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് പേടിയുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഓർണമെൻ്റൽ ഫിഷ് അക്വാകൾച്ചർ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലെ മൂരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 4500ഓളം ബ്രീഡിംഗ് പോണ്ടുകളുള്ള അതിവിശാലമായൊരു സിംഗിൾ സെൻ്ററാണ്. ആ 4500 കുളങ്ങളിലും വെള്ളം മാറ്റാൻ പമ്പോ ഫിൽറ്ററോ ഒന്നുമില്ല. അവിടുത്തെ മൊത്തം ജലവും ഒഴുകിപ്പോകുന്നത് ഒരൊറ്റ ഡ്രെയിനേജിലൂടെയാണ്. ആ ഡ്രെയിനേജ് നേരെ ചെന്ന് കയറുന്നത് പരൈബ ഡോ സൂൾ എന്ന് പറയുന്നൊരു നദിയിലാണ്. ആ നദി ബ്രസീലിലെ 3 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്: സാവോപോളോ, മിനാസ് ജെറൈസ്, റിയോ ഡി ജനീറോ. മൊത്തം 55,500 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ പടർന്നു കിടക്കുന്ന വലിയൊരു നദി. ആ നദിയുടെ തലവഴി എന്ന് പറയുന്നത് സാക്ഷാൽ അറ്റ്ലാന്റിക് ഫോറസ്റ്റ് ആണ്. ഭൂമിയിലെ ഏറ്റവും സെൻസിറ്റീവായ അത്യപൂർവമായ ജൈവ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്ന്. 2017 ബ്രസീലിലെ പ്രമുഖ ബയോളജിസ്റ്റായ ആന്ദ്ര മഗൽഹായ്സ് ആ നദിയോട് ചേർന്നുള്ള ഒരു ഹെഡ് വാട്ടർ ക്രീക്ക്, ഈ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ തോടുകളാണ്, ഇത്തരം തോടുകളിൽ ഒരു എക്കോളജിക്കൽ സർവേ ആരംഭിച്ചു. പ്രധാനമായിട്ടും 5 ക്രീക്കുകളാണ് പരിശോധിച്ചത്. രാത്രിയിൽ ഒരു UV ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അദ്ദേഹം ആ ഇരുട്ടുള്ള വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കും. പക്ഷേ അവിടെ അദ്ദേഹം കണ്ട കാഴ്ച ലോകത്തെയും അദ്ദേഹത്തെയും ശാസ്ത്രലോകത്തെയും ഞെട്ടിച്ചു. 5 ക്രീക്കുകളിലും ഗ്ലോ ഫിഷ് ഉണ്ട്. ഇരുട്ടിൽ പച്ചയും ചുവപ്പുമായിട്ട് തിളങ്ങുകയാണ്. കാട്ടിൽ നദിയുടെ ഉള്ളിൽ അതങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമല്ല, അക്വേറിയത്തിൽ നിന്ന് ചാടിപ്പോയ 1-2 മീനല്ല, മറിച്ച് കൂട്ടമായി സ്വതന്ത്രമായിട്ട് തോട്ടി കിടക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ച് ആദ്യ ഞെട്ടൽ മാത്രമായിരുന്നു. രണ്ടാമത്തെ ഞെട്ടൽ ഇതിലും വലുതാണ്. അത് അവിടെ കിടന്ന് ഇണചേരുകയാണ്, വൻതോതിൽ പെരുകുകയാണ്. ഒരൊറ്റ ക്രീക്കിൽ തന്നെ വർഷത്തിൽ 12 മാസവും അവ ബ്രീഡ് ചെയ്യുന്നു. കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ഇതിൻ്റെ ഒറിജിനൽ ഏഷ്യൻ പൂർവികർ അവയുടെ തലമുറ ചില പ്രത്യേക സീസണുകളിൽ മാത്രമേ ഇണചേരാറുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ ലാബിൽ ഡിസൈൻ ചെയ്ത ജനറ്റിക്കലി വേരിയേഷനുള്ള ഒരു ജീവി ഒരു സീസൺ വ്യത്യാസമില്ലാതെ 365 ദിവസവും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. അതും അതിവേഗത്തിൽ വളരുന്നു. ഒറിജിനൽ സീബ്ര ഫിഷ് വലുതായി ബ്രീഡ് ചെയ്യാൻ ആഴ്ചകൾ എടുക്കുമെങ്കിൽ ഗ്ലോ ഫിഷ് അതിലും വേഗത്തിൽ ബ്രീഡാവും. കൂടുതൽ ജനനം, കൂടുതൽ വ്യാപനം. പ്രകൃതിയുടെ ഒരു നിയമവും അതിന് ബാധകമല്ല. ഇത് കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ എന്ത് തരം പരിണാമ ഭീഷണിയിലേക്ക് തുറക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്തരം തോടുകൾ, അതായത് ക്രീക്കുകളിൽ ഗ്ലോ ഫിഷ് തിന്നുന്ന ഭക്ഷണം ഇൻസെക്റ്റുകളും സൂ പ്ലാങ്ക്ടൺസും ഒക്കെയാണ്. ഇതേ ഫുഡ് തന്നെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ആ തോട്ടിലെ അല്ലെങ്കിൽ ക്രീക്കിലെ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് മത്സ്യങ്ങളും കഴിക്കുന്നത്. ഇതിൽ പലതും വളരെ വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് ജീവികളാണ്. അവിടെ എണ്ണത്തിൽ പെരുകുന്ന ഗ്ലോ ഫിഷ് വന്നു കഴിഞ്ഞാൽ അവ ഒരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടാക്കി മറ്റ് ജീവികൾക്ക് ഫുഡ് കൊടുക്കാതെ അവിടെ ഇങ്ങനെ പടർന്നു കയറും. മാത്രമല്ല, നാച്ചുറൽ പ്രഡേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിനെ തിന്നാൻ കഴിയുന്ന ജീവികളൊന്നും അപ്പോൾ അവിടെ ഇല്ല. കാരണം ഗ്ലോ ഫിഷ് ഇന്ത്യൻ ഏഷ്യൻ മത്സ്യമാണ്. ഇവിടെയാണ് അതിനെ തിന്നുന്ന ജീവികളും കൊക്കുകളും ഒക്കെ ഉള്ളത്. ബ്രസീലിലെ ഒരു ഇരപിടിയൻ മത്സ്യമോ പക്ഷിയോ ഇതിനെ തിന്നു നോക്കിയിട്ടില്ല, അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. സോ നാച്ചുറൽ സെലക്ഷൻ ഈ ഒരു ജീവി എങ്ങനെ സ്വീകരിക്കണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്നാൽ ചിലർ പറയുന്നുണ്ട് മേ ബി ഇതിനൊരു പരിധിയിലധികം വളരാൻ കഴിയില്ല എന്നും, ഏതെങ്കിലുമൊക്കെ ജീവിവർഗം ഭക്ഷണത്തിന് വേണ്ടി ഇതിനെ ആശ്രയിച്ചു തുടങ്ങിയാൽ വൻതോതിൽ ഇതിനെ ഭക്ഷിച്ച് തീർക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നാളിതുവരെ ഗ്ലോ ഫിഷിൻ്റെ ഗ്രോത്ത് കൂടുന്നതല്ലാതെ ഈ ബ്രസീലിയൻ പ്രദേശങ്ങളിൽ കുറഞ്ഞിട്ടില്ല. സോ ഇനിയും വരാനിരിക്കുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ജീൻ ട്രാൻസ്ഫറാണ്. ഈ ഗ്ലോ ഫിഷ് അവിടുത്തെ ബ്രസീലിയൻ ആൽഗകളിൽ ജീവിക്കുന്ന നേറ്റീവായിട്ടുള്ള ഡാനിയോ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളുമായിട്ട് ഇണചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും ഗ്രീൻ ഫ്ലൂറസെൻ്റ് പ്രോട്ടീനിൻ്റെ ജീൻ ട്രാൻസ്ഫർ ചെയ്യും. അതോടുകൂടി ജനറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആയ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളുള്ള ബ്രസീലിൻ്റെ ജീവികളുടെ സാന്നിധ്യത്തിനിടയിലേക്ക് ഒരു പുതിയ വിഭാഗം മത്സ്യങ്ങൾ പച്ചയിൽ തിളങ്ങാൻ തുടങ്ങും. രാത്രി കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ട് വലിയ ഇരപിടിയൻ ജീവികളിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയെടുത്ത പല കഴിവുകളും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇത്തരം അവിടെയുള്ള ജീവികൾ ട്രാൻസ്ഫറായി അവയ്ക്ക് വംശനാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ അക്വേറിയം ഭംഗിയാക്കാൻ വേണ്ടി ബ്യൂട്ടിഫൈ ജീൻ ഉപയോഗിച്ച് മാറ്റിയ ഒരു മത്സ്യം ഒരു വലിയ ആവാസ വ്യവസ്ഥയെ മൊത്തം വംശനാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഗപ്പി വിഭാഗത്തിൽപ്പെട്ട ജീവികളെ നമ്മൾ തോട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണ മാനത്തകണ്ണിയും മറ്റും ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ മുഷി വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നമുക്കിവിടെ ബാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലേ? അത് സ്ട്രോങ് ആണ്. കാരണം മുഷികൾക്ക് മറ്റ് ജീവികളെ, കടലിലും കായലിലും ഒക്കെയുള്ള ജീവികളെ വൻതോതിൽ എൻഡേഞ്ചേർഡ് ആക്കാനും തിന്നു തീർക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അത്തരം ജീവികളെ കൂടുതലായിട്ട് നമ്മുടെ നാടുകളിൽ വളർത്തരുതെന്ന് പറയുന്നത്. ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് പരനയിലെ പ്രമുഖ ഇക്കോളജിസ്റ്റായ ഷോ വിദൂലെ ഇതിനെ പറയുന്നൊരു കാര്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ
ഷോട്ട് ഇൻ ദ ഡാർക്ക്, ഇരുട്ടിലേക്ക് അന്ധമായി വെടിയുർക്കുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ മത്സരത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലോകത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് റൂമുകളിരിക്കുന്ന അധികാരികൾ ഈ FDA അപ്രൂവലിൻ്റെ സമയത്ത് ഇത് സുരക്ഷിതമാണല്ലോ എന്ന് ചോദിച്ചല്ലോ. പക്ഷേ 20 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അവർ ചിന്തിച്ചോ? അവർ ചോദിക്കാൻ തയ്യാറായോ? ഇതൊരു ചെറിയ മത്സ്യത്തിൻ്റെ കഥ മാത്രമല്ല, ഇതൊരു കുഞ്ഞു മത്സ്യമായിരിക്കാം. ഇതൊരു പക്ഷേ നമുക്ക് പിടിച്ച് കളഞ്ഞ് കുറേയൊക്കെ വലിയ ഡേഞ്ചർ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കാം. പക്ഷേ വളരെ അഗ്രസീവായിട്ടുള്ളൊരു മത്സ്യത്തെയാണ് ഉണ്ടാക്കിയതെങ്കിലോ, അഗ്രസീവായിട്ടുള്ളൊരു പക്ഷിയാണ് ഉണ്ടാക്കിയതെങ്കിലോ, അഗ്രസീവായിട്ടുള്ളൊരു ബാക്ടീരിയ വൈറസോ ആണ് ഉണ്ടാക്കിയതെങ്കിലോ? അപ്പോൾ ഇതൊരു പ്രോട്ടീനിൻ്റെ കഥയോ ലോകത്തെ മാറ്റിമറിച്ചൊരു കണ്ടെത്തലിൻ്റെ കഥയോ മാത്രമല്ല. നമ്മളെ ലബോറട്ടറിയിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് കാര്യങ്ങൾ അതൊരു സോഫ്റ്റ്വെയർ കോഡ് പോലെയല്ല, നമ്മൾ ഡിസൈൻ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് പോലെയോ അല്ല. അതൊരിക്കൽ പുറത്തു പോയാൽ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയുമില്ലാത്ത കുറേ വേരിയബിൾസിലൂടെ കടന്നു പോകും. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ജീവികൾ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പൂളുകളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ബ്രസീലിൻ്റെ ആ തോടുകളിൽ കാണപ്പെടുന്ന ആ ജീവിയുടെ കാര്യം മാത്രമല്ല, മനുഷ്യൻ്റെ അഹങ്കാരത്തിനും ശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കും ഇടയിൽ നമ്മൾ പോളിസികൾ ഉണ്ടാക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ഭാവിയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖകളും നിർദ്ദേശങ്ങൾക്കിടയിൽ നിർത്താൻ സാധിക്കണമെന്നും, ഇതുപോലെ ബ്ലാക്ക് മാർക്കറ്റിലൂടെയും ഇല്ലീഗലിയും അത് സ്പ്രെഡാവുമ്പോൾ ലോകത്തിൻ്റെ മൊത്തം പരിസ്ഥിതി ഘടനയ്ക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ആ ഒരു സാധനം ഇല്ലാതായി പോയിട്ട് ഒരു ഏക വൈവിധ്യത്തിലേക്ക് പോകാനും പിന്നീട് ഭൂമിയുടെ കംപ്ലീറ്റ് തകർച്ചയ്ക്കും മനുഷ്യൻ്റെ ഫുഡ് സിസ്റ്റം വരെ തകരാറിലാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു എക്സാമ്പിളാണ് ഗ്ലോ ഫിഷ്. ഞാൻ ഇവിടെ ഒരു പക്ഷവും പിടിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഇത്തരം ലബോറട്ടറികൾ ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം അപ്സ്കിൽ ചെയ്യുന്ന ലെവൽ 1 to ലെവൽ 5 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് റിയലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സ് സീരീസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എടുക്കാം, മൊത്തം ബണ്ടിലായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ